പക്ഷേ ഇത് ലിയോ ചിന്തിച്ചത്ര എളുപ്പമാണോ? ഇപ്പോൾ സൈഫർ ഗ്രഹം അത്ര സുരക്ഷിതമാണോ? ലിയോ തിരികെ സൈഫറിൽ വന്ന് വേട്ടയാടാൻ തുടങ്ങി. പക്ഷേ ഒരു ദിവസം അവൻ വേട്ടയാടാൻ തുടങ്ങുന്നതിന് മുൻപ് ഒരു അജ്ഞാതൻ ലിയോയുടെ മുന്നിൽ വന്നു നിന്നു. താങ്കൾക്ക് ഈ സ്വർണ്ണ കവചം ധരിക്കാൻ യോഗ്യതയില്ല. ഈ കവചം എന്റെ കൈവശമായിരിക്കണം. ഇതെന്റെ അവകാശമാണ്. സ്വന്തം ജീവൻ പ്രിയപ്പെട്ടതാണെങ്കിൽ ഇത് നീ എനിക്ക് തരൂ. എന്നിട്ട് മര്യാദയ്ക്ക് തിരിച്ചു പോകൂ. സൂര്യന്റെ യോഗ്യത തീരുമാനിക്കുന്നതിന് മുൻപ് ഈ കവചം ധരിക്കാൻ ഒരു വീരന്റെ ആവശ്യകതയുണ്ടെന്ന് നിനക്കറിയാമായിരിക്കണം. നിന്നെപ്പോലെ ഒരു കോമഡി പീസിന് അത് കഴിയില്ല. സ്വർണ്ണ കവചത്തിനായി ആൻഷും സൂര്യനും പരസ്പരം ശത്രുക്കളായി. പക്ഷെ സൂര്യൻ തന്റെ ഹൈപ്പർ ജീൻ മാർഷൽ ആർട്സിന്റെ സ്റ്റണ്ട് ഓപ്ഷൻ ഉപയോഗിച്ച് ആൻഷിനെ മരണത്തിന്റെ വാതിൽക്കൽ എത്തിച്ചു. എന്നാൽ ആൻഷ് ആരാണെന്ന് സൂര്യൻ അറിയില്ലായിരുന്നു. ആൻഷിന്റെ മരണത്തിന് ശേഷം സൂര്യൻ ലിയോ ആയി റൈഡൻ സിറ്റിയിൽ തിരിച്ചെത്തിയപ്പോൾ അവിടെ വലിയൊരു കലാപം നടന്നു. ഈ സ്വർണ്ണ കവചം ധരിച്ച ഈ മനുഷ്യൻ ഒരു കൊലപാതകിയാണ്.